അല്ല, PM ശ്രീ പദ്ധതി ഞങ്ങളുടെ മന്ത്രിസഭയിൽ 2 പ്രാവശ്യം അജണ്ടയായിട്ട് വന്നതാണ്. നല്ലതുപോലെ ചർച്ച ചെയ്തതാണ്. ഇത് നമുക്ക് കേരളത്തിൽ നടപ്പിലാക്കാൻ പറ്റില്ല എന്നുള്ളത് തീർത്ത് ഞങ്ങൾ CPI മന്ത്രിമാർ പറഞ്ഞതാണ്. അപ്പോൾ അതിപ്പോൾ ഞങ്ങളറിയാതെ ഇതെങ്ങനെ മേളിലോട്ട് പോയി എന്നുള്ളത് അറിയാൻ പറ്റുന്നില്ല. ആരാണ് ഒപ്പിട്ട് ഫയൽ പോയതു എന്നുള്ളത് അറിയാൻ പറ്റുന്നില്ല. പാർട്ടി അത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. വരുന്ന 27-ാം തീയതി ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കൂടുന്നുണ്ട്. അവിടെ ഒരു തീരുമാനം എടുക്കുമ്പോൾ എന്താണ് തീരുമാനം എന്നുള്ളത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറയും. പത്രത്തിൽ ഒപ്പുവെച്ചിരിക്കുന്നത് കഴിഞ്ഞ മാസം 17-ാം തീയതിയാണ്. പിന്നീട് ഇത് പുറത്തു വരുന്ന കഴിഞ്ഞ ദിവസമാണ്. അപ്പോൾ അതിനിടയിലും ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായില്ല എന്നുള്ളതാണ്. അതെ, അതിൻ്റെ ഇടയ്ക്ക് ഒരു കമ്മ്യൂണിക്കേഷനും ഉണ്ടായില്ല. പത്രത്തിൽ ഇങ്ങനെ വരുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഇത് ഒപ്പിട്ട് എന്നുള്ളത്. അപ്പോഴും മാത്രമാണ് ഞങ്ങൾ അറിയുന്നത്. ഞങ്ങൾ മന്ത്രിമാരെല്ലാം അപ്പോഴാണ് അറിയുന്നത്. എന്താണ് എന്നുള്ളത് പാർട്ടി ടു പാർട്ടി ചർച്ച ചെയ്യും. ഇതിന്റെ വിയോജിപ്പ് നമ്മൾ നേരത്തെ അറിയിച്ചിട്ടുള്ളൂ അല്ലേ? വിയോജിപ്പ് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. 2 പ്രാവശ്യം ഇത് മടങ്ങിപ്പോയതാണ്. മന്ത്രിസഭയിൽ നിന്ന് തന്നെ മടങ്ങിപ്പോയതാണ്. ഇത് കേരളത്തിൽ നടപ്പിലാക്കാൻ പറ്റില്ല എന്നുള്ളത് തീർത്ത് നമ്മൾ പറഞ്ഞു. പ്രത്യേകിച്ച് നമുക്കറിയാം NEP അതിലൂടെ വരികയാണ്. RSSന്റെ അജണ്ട, സംഘപരിവാറിൻ്റെ അജണ്ട ഇതിലൂടെ പാഠപുസ്തകത്തിലൂടെ വരാൻ പോവുകയാണ്. അതൊന്നും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റും. CPI എക്സിക്യൂട്ടീവ് യോഗമല്ല, CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവിടെ യോഗ തീരുമാനമൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വരുന്ന 27-ാം തീയതി പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കൂടുന്നുണ്ട്. അവിടെ ഒരു തീരുമാനം എടുക്കുക. അത് പാർട്ടി സെക്രട്ടറി ഞങ്ങളോട് പറയും. CPIയുടെ അതൃപ്തി പുറത്തു വന്നതോടെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ രംഗത്തെത്തി CPIയെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നിലവിൽ അത്തരത്തിലൊക്കെ ചർച്ചയിലേക്ക് കടക്കുന്ന സാഹചര്യം ഉണ്ടോ? അങ്ങനത്തെ ഒരു സാഹചര്യം എവിടെയോ നമുക്കത് ചിന്തിക്കാൻ പറ്റില്ല. അതൊന്നും ഞങ്ങളിപ്പോൾ പറയുന്നില്ല. പക്ഷേ ഇത് നമ്മുടെ പാർട്ടി തന്നെ അതിനകത്ത് ഇടപെട്ട് പരിഹാരം ഉണ്ടാക്കുവാനുള്ള പരിശ്രമത്തിലേക്ക് പോകും. ചർച്ച ഇനി മുതൽ നടക്കത്തതേ ഉള്ളൂ. ഞങ്ങൾ അതിന്റെ കത്തുകളൊക്കെ കൊടുത്തു കഴിഞ്ഞു. ശരി എന്ന് ഞാൻ പറയുന്നില്ല, പരിഗണിക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. 2 പ്രാവശ്യം കേരളത്തിന്റെ മന്ത്രിസഭയിൽ ഇത് അജണ്ടയായിട്ട് വരികയും ഞങ്ങൾ അതിനകത്ത് ചർച്ചയിൽ പങ്കെടുക്കുകയും ഇത് കേരളത്തിൽ നടപ്പിലാക്കരുത് എന്ന നിലയിൽ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു. പിന്നെ ഇത് എങ്ങനെയാണ് പോയി ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ഇത് ഒപ്പിട്ട് ആരും ഒപ്പിട്ട് വിട്ടു എന്നുള്ളതോ അത് കേന്ദ്രം എങ്ങനെയാണ് ഇത് അംഗീകരിച്ചു എന്നുള്ളതോ ഞങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല. അതൊക്കെ ഞങ്ങൾ മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് ചർച്ച ചെയ്യുന്നുണ്ട്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റൊക്കെ കൂടിയിരുന്നു. ഈ വരാൻ പോകുന്ന 27-ാം തീയതി പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കൂടാൻ പോവുകയാണ്. അതിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തീരുമാനം ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി അത് അറിയിക്കും. അതൊക്കെ പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. ഇതിൻ്റെയൊക്കെ റിസൾട്ട് വരട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുവരെ അങ്ങനെ അല്ല പോയത്, ഒരുമിച്ച് പോയതാണ്. അതൊക്കെ 27 കഴിഞ്ഞിട്ട് പറയാം. ഇപ്പോഴേ എന്തിനാ ഇതൊക്കെ പറയുന്ന? ചർച്ച ചെയ്ത കാര്യങ്ങൾ ഞങ്ങൾ ഈ 27 കഴിഞ്ഞതിന് ശേഷം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറയും, ഉറപ്പാണ്.